ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് തൊഴിൽ മേള സംഘടിപ്പിച്ചു. വിജ്ഞാന കേരളം തൊഴിൽ മേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാരദി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രാഥമികമായി വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് സ്വപ്നം കാണുന്നതിലും അപ്പുറമാണ് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. വിദ്യ അഭ്യസിച്ചിട്ടുള്ള ഓരോ ആളുകൾക്കും അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ജോലിയും ലഭിക്കണം എന്നുള്ള സർക്കാരിൻ്റെ ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ടാണ് വിജ്ഞാന കേരളം എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നത്. മൈ ജോബ് മൈ പ്രൈഡ് എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ആ പ്രാരംഭഘട്ടത്തിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്ന പ്രവർത്തനങ്ങൾ. ഇതിൻ്റെ ഭാഗമായി ഒരുപാട് ആളുകൾ രജിസ്ട്രേഷൻ ചെയ്യുകയും ജോലിക്ക് വേണ്ടി അന്വേഷണം നടത്തുകയും അവർക്ക് ചില ആളുകൾക്കെങ്കിലും നല്ല ജോലി അവരാഗ്രഹിക്കുന്ന ജോലികൾ നൽകുന്നതിന് വേണ്ടിയും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പഞ്ചായത്തിൽ ഈ ഒരു പ്രവർത്തനം മികച്ച രീതിയിൽ നടക്കുകയും പരമാവധി ആളുകൾക്ക് തൊഴിൽ നൽകുകയും ചെയ്യണം എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടുത്തെ ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലാവേണ്ടതുണ്ട്. അത് നമ്മുടെ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള ബാലാജേട്ടൻ ഇവിടെ സൂചിപ്പിക്കും എങ്ങനെയാണ് വിജ്ഞാന കേരളത്തിൽ രജിസ്ട്രേഷൻ നടത്തുക, ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോവേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ബാലാജേട്ടനും കൂടി ഇവിടെ സൂചിപ്പിക്കും. അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ നടത്തിയിട്ടുള്ളൊരു മുന്നേറ്റം തൊഴിൽ നൽകുന്നതിലും ഉണ്ടാവണം. മുഴുവൻ ആളുകൾക്കും തൊഴിൽ വേണം എന്നുള്ള ഈ ഒരു ലക്ഷ്യം ഫലപ്രദമായി നടപ്പിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് തൊഴിൽ അന്വേഷകരുടെ എണ്ണമാണ്, അല്ലെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അപ്പം ഇത്തരത്തിലുള്ള ജോബ് ഫെയർ നടത്തുന്നതിലൂടെ നമുക്ക് ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ ഉദ്യോഗം ആവശ്യമുള്ള ആളുകളുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങളും ലഭിക്കുകയും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് അവർക്ക് കൃത്യമായി ജോലി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്താണ് എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ നമ്മുടെ പഞ്ചായത്തിന് കീഴിൽ ഇത്തരത്തിൽ നമ്മുടെ പഞ്ചായത്തിനുള്ളിൽ വരുന്ന സ്ഥാപനങ്ങളിൽ ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു കൃത്യമായ മാർഗനിർദ്ദേശം ഉണ്ടാക്കി പരമാവധി ആളുകൾക്ക് ജോലി നൽകുന്നതിന് വേണ്ടി ഈ ജോബ് ഫെയറിലൂടെ സാധ്യമാവും എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നത്. അപ്പം 7 കമ്പനികളാണ് പ്രധാനമായി ഇവിടെ വന്നിട്ടുള്ളത്. അതിനു പുറമെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഹരിതകർമ്മ സേനയിലേക്കുമുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂവും നടക്കുന്നുണ്ട്. അപ്പോൾ ഹരിതകർമ്മ സേനയെ പറ്റി ഇപ്പം എല്ലാവർക്കും അറിയാം അല്ലേ? നേരത്തെയൊക്കെ നമ്മൾ വേസ്റ്റ് എടുക്കാൻ വരുന്നവർ എന്നാണ് ഹരിതകർമ്മ സേന അംഗങ്ങളെ അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്ന് മാറി ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ തന്നെ മാലിന്യ സംസ്കരണ മേഖലയിൽ വലിയ മുന്നേറ്റം സാധ്യമാക്കിയിട്ടുള്ള മുൻനിര പോരാളികളായി അവരെ നമ്മൾ കാണാൻ വേണ്ടി തുടങ്ങി. സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത്. തൊഴിൽമേളയിൽ നിരവധി തൊഴിൽ അന്വേഷകർ പങ്കെടുത്തു.